2004 എൻ്റെ സഹപ്രവർത്തകനായ അബൂബക്കർ ഹുദവി ഉസ്താദിന്റെ കൂടെ ബാപ്പുട്ടി ഹാജിയെ കണ്ടൊരു രംഗം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് എപ്പോഴും പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ആരോഗ്യത്തിന്റെ അവസാന കാലം 1 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചത് മുഴുവനും കേരളത്തിന്റെ പുറത്തുള്ള മുസ്ലിങ്ങളുടെ പ്രയാസങ്ങളെ കുറിച്ചാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സമസ്തയുടെ മദ്രസകൾ കേരളത്തിന്റെ പുറത്തുണ്ടാക്കാൻ ഹുദവിമാരെ ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ സമസ്തയുടെ നേതാക്കളോട് പറഞ്ഞു. അദ്ദേഹം വികാരപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: നമുക്കൊക്കെ പാണക്കാട്ട കുട്ടികളുള്ളത് കൊണ്ട് സുഖമാണെന്ന് കരുതാം, അവർക്കാരാ ഉള്ളത്? സമസ്തയുടെ മദ്രസകളും പാണക്കാടിന് സമാനമായ നേതൃത്വവും കേരളത്തിന്റെ പുറത്തുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ദൗത്യം ദാറുൽ ഹുദ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പൊ മദ്രസകൾ ഒരു കൾച്ചറായി മാറി. ഇനി മഹല്ല് സംവിധാനങ്ങൾ ഒരു കൾച്ചറായി മാറും. നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആസാമിൽ ഓക്സ്ഫോർഡ് ഇന്റർനാഷണൽ സ്കൂൾ ഹാദിയ തുടങ്ങിക്കഴിഞ്ഞു. ആന്ധ്രാപ്രദേശിലെ പുങ്കനൂരിലും പിടിഗുറാലയിലും ലിറ്റിൽ വേർഡ്സ് എന്ന പേരിൽ പ്രൈമറി സ്കൂളുകൾ ഹാദിയ തുടങ്ങിക്കഴിഞ്ഞു. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഹാദിയ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റു സാമൂഹിക സംവിധാനങ്ങളിലൊക്കെ ദാറുൽ ഹുദയുടെ മക്കൾ ഇൻഷാ അല്ലാഹ് ഇടപെടും. അതിനൊക്കെ റിസൾട്ടുകൾ ഉണ്ടാകും. അവരുടെ കൈപിടിക്കാൻ കേരളത്തിന്റെ പുറത്തുള്ള മുസ്ലിം സമൂഹം തീർച്ചയായിട്ടും തയ്യാറാകും. ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലൂടെ, മുസ്ലിം ലീഗിലൂടെ, പാണക്കാട് സയ്യിദുമാരിലൂടെ, ഉലമാ ഉമറ കൂട്ടായ്മയിലൂടെ ലഭ്യമായത് ഇൻഷാ അല്ലാഹ് പുറത്ത് ലഭ്യമാകും. കഴിഞ്ഞ വർഷം മഹാരാഷ്ട്ര ക്യാമ്പസിൽ മുസാബക്ക എന്ന മത്സരം നടന്നു. ജമിയത്തുൽ മുഅല്ലിമീന്റെ കീഴിൽ കേരളത്തിൽ നടക്കുന്ന മത്സരത്തിന് ഒരു ദേശീയ മുഖമുണ്ടായത് ദാറുൽ ഹുദയിലൂടെയാണ്. അതിന്റെ തൊട്ടു മുമ്പത്തെ വർഷം SKSSFന്റെ ദേശീയ സർഗലയം ആസാം ക്യാമ്പസിൽ നടന്നു. കഴിഞ്ഞ 2 മാസം മുമ്പാണ് കൽക്കത്തയിൽ SKSSFന്റെ ദേശീയ കോൺഫറൻസ് ഉണ്ടായത്. അതിൽ പങ്കെടുത്ത ആളുകൾ ആരാ? ഹാദിയയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കിയതിന്റെ പകർപ്പ് കേരളത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. അതിൽ പ്രതിനിധീകരിക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെയാണ്. അത് പാണക്കാട് നേതൃത്വത്തെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വലിയ പ്രതീക്ഷ മുസ്ലിം ഉമ്മത്തിന് നൽകാൻ തീർച്ചയായിട്ടും സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധ്യമാക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.